നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തമായി നമ്മൾ കാണുന്ന ടൈറ്റാനിക്കിന്റെ തകർച്ച യഥാർത്ഥത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു വലിയ ഇൻഷുറൻസ് തട്ടിപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1912 ഏപ്രിൽ 14 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയത് യഥാർത്ഥ ടൈറ്റാനിക് കപ്പലല്ല, മറിച്ച് അതിന്റെ ഇരട്ടക്കപ്പലായ ഒളിമ്പിക് ആയിരുന്നു എന്നാണ് ഈ കോൺസ്പിറസി തിയറി വ്യക്തമാക്കുന്നത്. ടൈറ്റാനിക് നിർമ്മിച്ച വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടെ ഒളിമ്പിക് എന്ന കപ്പൽ മുൻപ് മറ്റൊരു കപ്പൽ ദുരന്തത്തിൽപ്പെട്ട് ഇൻഷുറൻസ് പോലും കിട്ടാതെ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചു. തകർന്ന ഒളിമ്പിക് കപ്പൽ നന്നാക്കുന്നതിനേക്കാൾ ലാഭം അതിനെ ടൈറ്റാനിക് എന്ന പേരിൽ കടലിലിറക്കി മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തുന്നതാണെന്ന് കമ്പനി ഉടമകൾ ചിന്തിച്ചു. കാഴ്ചയിൽ ഒരുപോലെയുള്ള രണ്ട് കപ്പലുകളുടെയും പേര് വിവരങ്ങളും ബോർഡുകളും അതീവ രഹസ്യമായി മാറ്റിയാണ് അവർ ഈ ചതിക്ക് തുടക്കമിട്ടത്. അപകടം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കപ്പലിന്റെ യഥാർത്ഥ ഉടമയായ JP മോർഗൻ തന്റെ യാത്ര അവസാന നിമിഷം റദ്ദാക്കിയതും കപ്പലിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ മാറ്റിയതും വലിയ സംശയങ്ങൾക്ക് വഴിമാറുന്നു. കടലിൽ വെച്ച് കപ്പൽ തകരുമ്പോൾ യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു കമ്പനി കപ്പൽ മുൻകൂട്ടി ആ സ്ഥലത്ത് കാത്തു നിന്നിരുന്നുവെങ്കിലും ആശയവിനിമയത്തിലെ പിഴവ് കാരണം രക്ഷാപ്രവർത്തനം പരാജയപ്പെടുകയായിരുന്നു. ടൈറ്റാനിക്കിനെതിരെ സംസാരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അന്നത്തെ വലിയ 3 കോടീശ്വരന്മാരും ഈ യാത്രയിൽ ദുരൂഹമായി മരണപ്പെട്ടത് ഇതൊരു ആസൂത്രിത കൊലപാതകം കൂടിയാണെന്ന വാദത്തിന് ബലം നൽകുന്നു. പിൽക്കാലത്ത് കടലിനടിയിൽ നിന്ന് കണ്ടെടുത്ത കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ ടൈറ്റാനിക് എന്ന പേരിനടിയിൽ ഒളിമ്പിക് എന്ന പേരിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയതായി പല ഗവേഷകരും അവകാശപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ബലി കൊടുത്ത ഈ വലിയ നിഗൂഢതയുടെ കഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.